بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ഈ ഒരു ഭവനത്തിൽ, അള്ളാഹുവിൻ്റെ ഗേഹത്തിൽ, അവൻ്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നാം സൂചിപ്പിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദർസുകളിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഏതാനും ചില ഹദീസുകൾ, അതിൻ്റെ ആശയവും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും മനസ്സിലാക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിന് നാം അവലംബിക്കുന്ന കൃതി വിഖ്യാതമായ ഗ്രന്ഥമായ ഇമാം നവവി റഹിമഹുല്ലയുടെ അൽ അർബഊന നവവിയ്യ. ഇമാം നവവി റഹിമഹുല്ല ശേഖരിച്ചിട്ടുള്ള 40 ഹദീസുകൾ ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ഗ്രന്ഥമില്ല എന്ന് തന്നെ പറയാം. ഏതു പണ്ഡിതനും ഏതു വിദ്യാർത്ഥിയും ഏറ്റവും ആദ്യം പഠിക്കാൻ വേണ്ടി അവർ സെലക്ട് ചെയ്യുന്ന കിതാബാണ് ഇമാം നവവി റഹിമഹുല്ലയുടെ അൽ അർബഊന നവവിയ്യ എന്ന ഈ ഒരു കിതാബ്. 40 ഹദീസുകളാണ് ഇതിലുള്ളത്. 42 ഹദീസുകൾ നമുക്ക് കാണാം, എന്നാലും 40 ഹദീസുകളുടെ സമാഹാരം എന്നാണ് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത്. ഗ്രന്ഥകർത്താവിൻ്റെ പേര് നമുക്കിടയിൽ മഷ്ഹൂറാണ്, ഇമാം നവവി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഹുവ യഹ്യ ഇബ്നു ഷറഫ് ഇബ്നു ഹസൻ ഇബ്നു ഹുസൈൻ ഇബ്നു ജുംഅ ഇബ്നു ഹിസാം അൽ ഹാസിമി റഹിമഹുല്ലാ. യഹ്യ ഇബ്നു ഷറഫ്, അദ്ദേഹത്തിൻ്റെ പേര് യഹ്യ ഇബ്നു ഷറഫ്. അദ്ദേഹത്തിൻ്റെ കുനിയത്ത് അബൂ സക്കരിയ. അദ്ദേഹം വിളിക്കപ്പെട്ട ലഖബ്, സ്ഥാനപ്പേര് മുഹയ്യുദ്ദീൻ, മതത്തെ ജീവിപ്പിച്ച വ്യക്തി എന്നാണ്.
പക്ഷേ അങ്ങനെ പേര് വിളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ടും മഹത്വം കൊണ്ടും അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറയാറുള്ളത്, മതം എന്നും ജീവിച്ചിരിക്കുന്നതാണ്, അതിനെ ജീവിപ്പിക്കേണ്ട ഒരാളുടെ ആവശ്യമില്ല എന്നായി. റഹിമഹുല്ലാഹു തആല. അങ്ങനെയുള്ള ഇമാം നവവി റഹിമഹുല്ല ഹിജറ വർഷം 631 അദ്ദേഹം ജനിക്കുന്നത്. ഹിജറ വർഷം 631. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ വർഷം 676 എന്ന് പറഞ്ഞാൽ 45-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ജീവിത കാലഘട്ടത്തിനിടയിൽ വിഖ്യാതമായ അനേകം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ജീവിതം മുഴുവൻ ഇസ്ലാമിനെക്കുറിച്ച്, ഹദീസുകളെക്കുറിച്ചു, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ സംബന്ധിച്ചുമൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും സമയം ചെലവഴിച്ച മഹാനായ വ്യക്തിത്വമാണ് ഇമാം നവവി റഹിമഹുല്ലാഹ്. ഹിജറ 631 ജനിച്ച് ഹിജറ 676 വഫാത്തായ വിഖ്യാത പണ്ഡിതനായ യഹ്യ ഇബ്നു ഷറഫ് അൻ-നവവി റഹിമഹുല്ലയുടെ അൽ അർബഊന അൻ-നവവിയ്യ എന്ന ഗ്രന്ഥമാണ്. അദ്ദേഹം സമാഹരിച്ചിട്ടുള്ള 40 ഹദീസുകളുടെ സമാഹാരമാണ്. അതിലെ ഹദീസുകളാണ് ഇൻഷാ അല്ലാഹ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നവവി എന്ന് പറഞ്ഞാൽ നവ എന്ന പ്രദേശത്ത്, ഡമസ്കസിൻ്റെ പരിസര പ്രദേശത്തുള്ള നവ എന്ന പട്ടണത്തിൽ ജീവിച്ചതുകൊണ്ട് ആ പട്ടണത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് നവവി എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു കൃതി രചിക്കാൻ 40 ഹദീസുകൾ ക്രോഡീകരിക്കാനുള്ള കാരണത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പല മഹാന്മാരും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലെ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട 40 ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ പല ഹദീസുകളും കാണാം. എൻ്റെ ഉമ്മത്തിൽ നിന്ന് 40 ഹദീസ് പഠിച്ചു മനസ്സിലാക്കി അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ പണ്ഡിതന്മാരുടെ കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന ചില ഹദീസുകളുണ്ട്. പക്ഷേ ആ ഹദീസുകളൊക്കെ ദുർബലമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്നാൽ ഞാൻ അവലംബിക്കുന്നത് ഫലൈസ ഇഅ്തിമാദി അലാ ഹാദൽ ഹദീസ് ബൽ അലാ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അഹാദീസി സ്വഹീഹ ലിയുബല്ലിഗി ഷാഹിദു മിൻകും അൽ ഗായിബ്. ഈ ഹദീസിൻ്റെ സമാഹാരം ഇത് ഞാൻ നിർവഹിക്കാനുള്ള കാരണം പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസാണ്. എന്താണ് ആ ഹദീസിലുള്ളത്? നിങ്ങളിൽ നിന്ന് ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എൻ്റെ ഹദീസുകൾ എത്തിച്ചു കൊടുക്കണം എന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞ കാര്യമാണത്. ഇവിടെ ഹാജറുള്ള ആളുകൾ എന്നിൽ നിന്ന് ഒരു വചനം കേട്ടവർ അത് കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. മറ്റൊരു ഹദീസ്, നദ്ദറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫവആഹാ ഫഅദ്ദാഹാ കമാ സമിഅഹാ. എന്നിൽ നിന്ന് ഒരു ഹദീസ് കേൾക്കുകയും അത് കൃത്യമായി ഗ്രഹിക്കുകയും അത് മനസ്സിലാക്കുകയും ശേഷം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ആൾക്ക് അള്ളാഹു അയാളുടെ ജീവിതത്തിൽ പ്രകാശം നൽകട്ടെ, വെളിച്ചം നൽകട്ടെ, മുഖത്തിന് പ്രസരിപ്പ് നൽകട്ടെ, ചൈതന്യം നൽകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്.
ആ പ്രവാചകൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാനും അള്ളാഹു നിശ്ചയിച്ച ആ ഖൈറാത്തുകൾ നേടിയെടുക്കാനും ലോകത്തിന് മുഴുവൻ കാരുണ്യമായി നിയോഗിതനായ മഹാപ്രവാചകനിലൂടെ അള്ളാഹു മാനവ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള ദിവ്യ സന്ദേശങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മഹനീയമായ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഈ ഗ്രന്ഥം ഞാൻ രചിച്ചിട്ടുള്ളത്, ഈ ഹദീസുകൾ ഞാൻ ക്രോഡീകരിച്ചിട്ടുള്ളത് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ ഈ കൃതിയുടെ മുഖദ്ദിമയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യവും ഇത് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ്, അതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളെ നാം സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് പരമാവധി ആളുകൾക്ക് പ്രവാചകൻ്റെ ഹദീസുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. നാം മുൻഗണന കൊടുക്കേണ്ടത് ഖുർആനിനും ഹദീസിനുമാണ്. പക്ഷേ പലപ്പോഴും ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം, ഇന്ന ഫുലാൻ പറഞ്ഞു, ഇന്ന ആൾ പറഞ്ഞു, ആ വ്യക്തി പറഞ്ഞു, ഇയാൾ ഇങ്ങനെ എഴുതി, മറ്റേയാൾ അങ്ങനെ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ വാക്കുകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. പലപ്പോഴും ഖുർആനിക വചനങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് കാണുന്നില്ല, ഹദീസുകൾ പ്രചരിപ്പിക്കപ്പെടുന്നത് കാണുന്നില്ല, അപൂർവമായിട്ടല്ലാതെ. എന്നാൽ അതല്ലാത്ത വ്യക്തികൾ പറഞ്ഞ വാക്കുകൾ, അതേപോലെയുള്ള ആളുകളുടെ വാക്കുകൾ, അതിനാണ് ആളുകൾ പലപ്പോഴും പ്രാധാന്യം നൽകുന്നത്. എന്നാൽ അറിയുക, നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് പ്രവാചകൻ്റെ ഹദീസുകളാണ്. അത് സ്വയം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം എത്തിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു പാഠവും നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫവഅഹ. ഒരു ഹദീസ് കേട്ടാൽ മാത്രം പോരാ, അത് മനസ്സിലാക്കണം, എന്നിട്ട് അതെത്തിച്ചു കൊടുക്കണം. നേരെ മറിച്ച് വെറുമൊരു ഫോർവേഡിങ് സംസ്കാരം, എന്തെങ്കിലും നമുക്കൊന്ന് കിട്ടിയാൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അതെന്താണെന്ന് പൂർണ്ണമായും വായിച്ചു നോക്കുന്നു പോലുമില്ല, മനസ്സിലാക്കുന്നു പോലുമില്ല. അങ്ങനെയല്ല, നാം സ്വയം ഉൾക്കൊള്ളുക, എന്നിട്ട് എത്തിച്ചു കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പരമാവധി മനസ്സിലാക്കലും പരമാവധി അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലുമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഈ ദർസുകൾ അതിനുവേണ്ടിയാണ് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഹദീസുകൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് എല്ലാവരും ഈ ദർസ് ഒഴിഞ്ഞു പോകാതെ എല്ലാ ആളുകളും ഇതിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ചും ഈ ഹദീസിലെ ഓരോ ഹദീസുകളും നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ ഹദീസ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അങ്ങനെ വിശദീകരിക്കുമ്പോൾ അത് മിസ്സായി പോവാതിരിക്കാൻ, അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ ഓരോ ക്ലാസ്സിലും കൃത്യമായി അറ്റൻഡ് ചെയ്യണം. പരമാവധി ആളുകളെ ഈ അറിവിൻ്റെ മജ്ലിസിലേക്ക്, അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തും റഹ്മത്തും ബറക്കത്തും ലഭിക്കുന്ന ഈ ഒരു സദസ്സിലേക്ക് പരമാവധി നാം ആളുകളെ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. ഈ ഹദീസ് സമാഹാരത്തിൻ്റെ അഥവാ അർബഊന നബവിയ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഉസൂലുകളെല്ലാം ചർച്ച ചെയ്യുന്ന ഹദീസുകളാണ് അദ്ദേഹം തൻ്റെ ഈ ഒരു കൃതിയിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, വഖദ് റഅയ്തു ജംഅ 40 അഹമ്മ മിൻ ഹാദാ കുല്ലിഹി വഹിയ 40 ഹദീസൻ മുഷ്തമിലത്തുൻ അലാ ജമീഇ ദാലിക് വകുല്ലു ഹദീസിൻ മിൻഹാ ഖാഇദത്തുൻ അദീമത്തുൻ മിൻ ഖവാഇദിദ്ദീൻ. പലരും 40 ഹദീസുകൾ, ഓരോരുത്തരും വ്യത്യസ്ത വിഷയങ്ങളിലുള്ള 40 ഹദീസുകളാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഒരു വിഷയത്തിൽ തന്നെയുള്ള 40 ഹദീസ്, മറ്റൊരു പണ്ഡിതൻ മറ്റൊരു വിഷയത്തിലുള്ള 40 ഹദീസ്. എന്നാൽ ഞാൻ എല്ലാ വിഷയങ്ങളിൽ നിന്നുമുള്ള 40 ഹദീസുകളാണ് ക്രോഡീകരിച്ചത്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ, മതത്തിൻ്റെ ഖവാഇദകൾ, നിയമങ്ങളിൽപ്പെട്ട അടിസ്ഥാനപരമായ ഉസൂലുകൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഞാൻ ക്രോഡീകരിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ടാണ് വിഖ്യാതരായ പണ്ഡിതന്മാർ പറഞ്ഞത്, അറിവുള്ള ആളുകൾക്കേ ഈ കൃതിയുടെ മഹത്വം മനസ്സിലാവുകയുള്ളൂ എന്നാണ്. അർബഊന നബവിയ്യ എന്ന ഈ ഒരു ചെറിയ കൃതിയാണ്, 40 ഹദീസുകളാണ് ഉള്ളതെങ്കിലും
വിജ്ഞാനത്തിൽ ആണ്ടിറങ്ങിയ ആളുകൾക്ക് തീർച്ചയായും ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം അത്രയും ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങൾ, സിദ്ധാന്തങ്ങളാണ് അൽഹംദുലില്ലാഹ് ഈ ഹദീസ് സമാഹാരത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്, ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ആദ്യം മനസ്സിലാക്കേണ്ടത്, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ആദ്യം അവർ ശ്രദ്ധിക്കേണ്ടുന്ന ഗ്രന്ഥം യഥാർത്ഥത്തിൽ അർബഊന നവവിയ്യ, ഈ ഒരു കൃതിയാണ്. കാരണം അതിൽ അദ്ദേഹം പുതുതായി ഒന്നും പറയുന്നില്ല, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഹദീസുകളും അടിസ്ഥാന തത്വങ്ങളും ക്രോഡീകരിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ സമാഹരിച്ചിട്ടുള്ള അർബഊന നവവിയ്യയുടെ ഷറഹിലേക്ക്, വിശദീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ബിഇദ്നില്ലാഹി തബാറക വ തആല. അൽ ഹദീസുൽ അവ്വൽ, ഒന്നാമത്തെ ഹദീസ്, അൽ ഹദീസ് അൽ അവ്വൽ عن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله تعالى عنه قال سمعت رسول الله صلى الله عليه وسلم يقول. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ എന്ന ആദ്യത്തെ പേര് നൽകപ്പെട്ട മഹാനാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിനു മുമ്പ് ആ പേരില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത് ഖലീഫത്തു റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫ എന്നാണ്. മുഅ്മിനുകളുടെ അമീർ എന്ന പേര് ആദ്യം ലഭിക്കുന്ന ഖലീഫയാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനായ സ്വഹാബി അൻ അമീരിൽ മുഅ്മിനീൻ അബി ഹഫ്സിൻ, അദ്ദേഹത്തിൻ്റെ കുനിയത്താണ് അബൂ ഹഫ്സ്. ഹഫ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരാണ്, ഹഫ്സ റളിയല്ലാഹു തആല അൻഹ. അൻ അമീരിൽ മുഅ്മിനീൻ അബി ഹഫ്സിൻ ഉമർ ബിനുൽ ഖത്താബി റളിയല്ലാഹു തആല അൻഹു ഖാൽ. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹം എന്താണ് പറയുന്നത്? സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊരാൾ പറഞ്ഞിട്ടല്ല ആര് കേട്ടത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടത്, മറിച്ച് റസൂല് പറയുന്നത് നേരിട്ട് കേട്ടു. അതാണ് സമിഅ്തു, ഞാൻ കേട്ടു. ഹദീസുകൾ ചിലപ്പോൾ ഒരു സഹാബി പറഞ്ഞിട്ട് മറ്റൊരു സഹാബി അറിയും റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഒരുപക്ഷെ ആ സഹാബി നേരിട്ട് കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅ്തു, ഞാൻ കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് കേട്ടതാണ്. മാത്രമല്ല ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഈ ഹദീസ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മാത്രമാണ് ഉദ്ധരിക്കുന്നത്. വേറെ ഒരു സ്വഹാബിയിൽ നിന്നും ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നില്ല. എന്താണ് പ്രവാചകൻ പറയുന്നത്? ഇനിയുള്ള ആശയമാണ് തീർച്ചയായും ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട ഹദീസാണിത്. ഹദീസിൻ്റെ കർത്താക്കളൊക്കെ അവരുടെ ഹദീസ് സമാഹാരത്തിലെ ഒന്നാമത്തെ ഹദീസായി പലപ്പോഴും കൊടുത്തിട്ടുള്ളത് ഈ ഹദീസാണ്. ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അസഹായ കിതാബ് എന്നറിയപ്പെടുന്ന സ്വഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ് ഈ ഹദീസാണ്. പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും അല്ല മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസ്ലായി, അസ്ലും മിൻ ഉസൂലിദ്ദീൻ, ദീനിൻ്റെ ഉസൂലുകളിൽപ്പെട്ട ഒന്നാമത്തെ അസ്ലായി മനസ്സിലാക്കേണ്ട ഹദീസാണിത്. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഇന്നമൽ അഅ്മാൽ, തീർച്ചയായും. ഇന്നമ എന്നത് അദാത്തു ഹസ്ർ എന്ന പണ്ഡിതന്മാർ പറയാം. ഇത് മാത്രമാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണത്. ഇന്നമ, തീർച്ചയായും അത് മാത്രമാണ് എന്ന്. ഇന്നമൽ അഅ്മാലു, തീർച്ചയായും പ്രവർത്തനങ്ങൾ ബിന്നിയ്യാത്ത്, നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു.
നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഖസ്ദ്, ഉദ്ദേശം, ഖസ്ദു ഉദ്ദേശിക്കുക, ഖസദ ഉദ്ദേശിച്ചു, നവ നിയ്യത്താക്കി. അതിൻ്റെ ജംആണ് നിയ്യാത്ത്. ഇന്നമൽ അഅ്മാലു, തീർച്ചയായും പ്രവർത്തനങ്ങൾ ബിന്നിയ്യാത്ത്, നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഥവാ ആ വ്യക്തി ഉദ്ദേശിച്ച ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കപ്പെടുക. വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ, ഓരോ മനുഷ്യനും താൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മുടെ മനസ്സിലെ ഉദ്ദേശമനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഒരു ഉപമ പറഞ്ഞു തരികയാണ്, ശ്രദ്ധേയമായ ഒരു ഉപമ. പ്രവാചകൻ പറഞ്ഞു, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ആരുടെയെങ്കിലും ഹിജ്റ എന്ന് പറഞ്ഞാൽ പലായനം, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുന്നതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. അൽ ഇന്തിഖാലു മിൻ ബലദിൻ ഇല ബലദിൻ ആഖർ, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുക. അല്ലെങ്കിൽ അൽ ഇന്തിഖാലു മിൻ ബലദിൽ കുഫാരി ഇല ബലദിൽ ഇസ്ലാം, സത്യനിഷേധികളുടെ നാട്ടിൽ നിന്ന് സത്യവിശ്വാസികളുടെ നാട്ടിലേക്ക് പോവുക. അങ്ങനെ പല അർത്ഥങ്ങളും ഹിജ്റക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ പലായനം ചെയ്യുക, നാടും വീടും വിട്ടുള്ള യാത്ര, അതാണ് ഹിജ്റ. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് ആരെങ്കിലും ഹിജ്റ പോകുന്നതെങ്കിൽ, അയാളുടെ മനസ്സിലുള്ള നിയ്യത്ത് അതാണെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അപ്പോൾ അവൻ്റെ പലായനം അള്ളാഹുവിലേക്കും റസൂലിലേക്കും തന്നെയാണ്. നിയ്യത്ത് പോലെ തന്നെയാണ് കാര്യം. എന്നാൽ വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ, എന്നാൽ ആരെങ്കിലും ഹിജ്റ പോകുന്നത് ലിദുനിയ, ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ, ഈ ദുനിയാവിലെ ഭൗതികമായ നേട്ടമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അവിമ്രഅത്തിൻ യൻകിഹുഹാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക എന്ന നിയ്യത്തിലാണ് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്ത് ഉദ്ദേശത്തിലാണോ ഇറങ്ങിയത് അത് മാത്രമേ അവന് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ദുനിയാവാണ് നമ്മളൊരു പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദുനിയാവ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ല അള്ളാഹുവിനെയും റസൂലിനെയുമാണ് നമ്മൾ മനസ്സിൽ കാണുന്നതെങ്കിൽ എങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫضലുകളും അതിൻ്റെ സവാബ് പ്രതിഫലവും നമുക്ക് ലഭിക്കും. ഈ ഒരു വലിയ തത്വമാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാ റവാഹു ഇമാമ അൽ മുഹദ്ദിസീന അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബിൻ ഇബ്രാഹിം ഇബ്നുൽ മുഗീറത്ത് ബിൻ ബർദസ്ബൽ ബുഖാരി وأبو الحسين مسلم ابن الحجاج ابن مسلم القشيري النيزابوري في صحيحيهما اللذين هما أصح الكتب المصنفة. ഹദീസ് സമാഹാര ഗ്രന്ഥങ്ങളിലെ ഏറ്റവും സഹീഹായ രണ്ട് ഹദീസ് ഗ്രന്ഥങ്ങൾ, ഒന്ന് ഇമാം ബുഖാരി റഹിമഹുല്ല, മറ്റൊന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ല. രണ്ടുപേരുടെയും രണ്ട് സഹീഹുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സിഹത്തുള്ള ശക്തമായ ഹദീസാണ് ഈ ഹദീസ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഹദീസും ഈ ഹദീസാണ്. കാരണം നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ മരണാനന്തര ജീവിതത്തിൽ ഉപകാരപ്പെടുമോ അത് ഉറപ്പുവരുത്തുന്ന കാര്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഹദീസാണ് ഈ ഹദീസ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് തുടങ്ങിയത് ഇന്നമ, തീർച്ചയായും മനസ്സിലാക്കുക,
അൽ അമാൽ, പ്രവർത്തനങ്ങൾ. പ്രവർത്തനമെന്ന് പറയുമ്പോൾ മനുഷ്യന് പ്രധാനമായും 3 കാര്യങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും. ഒന്ന് ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനം. സ്നേഹിക്കുക, വിശ്വസിക്കുക, വെറുക്കുക, അങ്ങനെ തുടങ്ങി ഒരുപാട്, ഭരമേൽപ്പിക്കുക, ഭയപ്പെടുക, പ്രതീക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇതിന് അമാലുൽ ഖൽബ് എന്നാണ് പറയുക, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ. രണ്ടാമത്തത് അമാലുൽ ലിസാൻ, നാവ് കൊണ്ടുള്ള പ്രവൃത്തി. അമലുൽ ലിസാൻ എന്താണ്? സംസാരം. അതെന്തുകൊണ്ടാണ് സംസാരത്തെ വേറെ തന്നെ പറഞ്ഞത്? മനസ്സിലില്ലാത്തത് പറയാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. മനസ്സിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പറയാൻ മനുഷ്യന് കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞത്, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. മനുഷ്യരിൽ ചിലരുണ്ട്, അവർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നു എന്നാണ്, എന്നാൽ വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളെയല്ല. കാരണം മനസ്സിലെ ചിന്ത വേറെയാണ്, പറയുന്നത് വേറെയാണ്. രണ്ടും വിരുദ്ധ ധ്രുവങ്ങളിലാണുള്ളത്. യഖൂലൂന ബി അഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, ഹൃദയത്തിലില്ലാത്തത് നാവുകൊണ്ട് പറയുന്നവരാണ്. അതുകൊണ്ട് മനുഷ്യന് ഹൃദയം കൊണ്ടും പ്രവൃത്തിയുണ്ട്, നാവുകൊണ്ടും പ്രവൃത്തിയുണ്ട്. മൂന്നാമത്തത് അമലുൻ ബിൽ ജവാരിഹ്, ശരീര അവയവങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തി. കൈകൾ കൊണ്ട്, കാലുകൊണ്ട്, ശരീരം കൊണ്ട് ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. എന്തിനാണ് അതിനെ വേറെ പറഞ്ഞത്? വേറെ പറയാനുള്ള കാരണം, നാവ് കൊണ്ട് പറഞ്ഞത് പ്രവർത്തിക്കാതിരിക്കാൻ മനുഷ്യന് കഴിയും. പറഞ്ഞതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ഇത് മനുഷ്യന് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് പറയുന്നത്? അപ്പോൾ പ്രവർത്തിക്കാത്തത് പറയാൻ മനുഷ്യന് കഴിയും, ഹൃദയത്തിലില്ലാത്തത് പറയാൻ മനുഷ്യന് കഴിയും. അപ്പോൾ മനുഷ്യൻ്റെ അമലുകൾ പ്രധാനമായും ഈ 3 ഇത് 3 ഒരേ ഡയറക്ഷനിലാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ സത്യവിശ്വാസിയാകുന്നത്. ഇത് 3ലും വൈരുദ്ധ്യങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നു. അതുകൊണ്ട് ഖൽബ്, നാവ്, ലിസാൻ ഇതിനെ നേരെ ചൊവ്വയാക്കുക, അതാണ് ഇസ്തിഖാമ എന്ന് പറയുന്നത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. അല്ലാഹുവാണ് എൻ്റെ റബ്ബെന്ന് പറയണം, പിന്നെ പറഞ്ഞതുപോലെ നേരെ ചൊവ്വ നിലകൊള്ളുകയും വേണം. ഇപ്രകാരം ഇസ്തിഖാമത്ത് വേണം നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മനസ്സിലുള്ള ചിന്തകൾക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഅമാൽ എന്ന് പറയുമ്പോൾ ഇത് 3 അതിൽ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇന്നമൽ അഅമാലു, തീർച്ചയായും ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ബിന്നിയ്യാത്ത്, നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരാൾ ചോദിക്കും, ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനത്തിന് നിയ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? കാരണം അത് കൽബ് കൊണ്ട് തന്നെ ചെയ്യുന്നതല്ലേ. തീർച്ചയായും കൽബിൻ്റെ പ്രവർത്തനത്തിലും നിയ്യത്തുണ്ട്. ഉദാഹരണത്തിന്, സ്നേഹിക്കുക എന്നത് ഹൃദയം കൊണ്ടുള്ള പ്രവൃത്തിയാണ്. പക്ഷേ ആ സ്നേഹവും നമുക്ക് 2 നിലക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ദുനിയാവ് ഉദ്ദേശിച്ച്, മറ്റൊന്ന് അള്ളാഹുവിനെ ഉദ്ദേശിച്ച്. അതുകൊണ്ട് ഹൃദയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തന്നെ അതിന് വേറെ തന്നെ നിയ്യത്തിൻ്റെ ആവശ്യമുണ്ട്. നിയ്യത്ത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികളിൽ ഒരു പ്രവൃത്തി മാത്രമാണ്. ഉദ്ദേശമെന്നത് മഹല്ലു നിയ്യത്തി അൽ ഖൽബു, ഉദ്ദേശത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ്. ഹൃദയത്തിൻ്റെ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഒന്നാണെന്ത്? നിയ്യത്ത്. ഹൃദയം കൊണ്ട് വേറെയും പ്രവർത്തിക്കാൻ പറ്റും. ആ ഹൃദയത്തിൻ്റെ പ്രവർത്തികളിലും എന്ത് ശരിയാവണം? നിയ്യത്ത് ശരിയാവണം. നാവ് കൊണ്ട് പറയുന്നതിലും നിയ്യത്ത് ശരിയാവണം. ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതിലും നിയ്യത്ത് ശരിയാകണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്. എല്ലാ അമലും അത് ഫസാദാണോ
സഹീഹാണോ ബാത്തിലാണോ സഹീഹാണോ എന്ന് തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരാളുടെ ഉദ്ദേശത്തിൻ്റെ ബിന്നിയാത്ത്, നിയ്യത്ത് ഖസ്ദ്, അവരുടെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് സ്വീകരിക്കപ്പെടുന്നത്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ, തീർച്ചയായും ഓരോ മനുഷ്യനും, ഇമ്ര എന്ന് പറഞ്ഞാൽ മർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മർ പുരുഷൻ, മർഅത്ത് സ്ത്രീ, ലികുല്ലി ഇംറിഇൻ ഓരോ മനുഷ്യനും എന്താണുള്ളത്? മാ നവ, അവൻ ഉദ്ദേശിച്ചതേ കിട്ടുകയുള്ളൂ. ഇത് രണ്ടും രണ്ട് സെൻറ്റൻസാണ് ശരിക്ക്. ഇന്നമൽ അമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. തീർച്ചയായും പ്രവർത്തികൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നത്. ഈ പറഞ്ഞതല്ല രണ്ടാമത് പറഞ്ഞത്, വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതേ കിട്ടുകയുള്ളൂ. ആദ്യം പറഞ്ഞത് ഒരു അമൽ സഹീഹാണോ അല്ലെങ്കിൽ അത് ഫാസിദാണോ ബാത്തിലാണോ എന്ന് തീരുമാനിക്കുന്നതാണ്. രണ്ടാമത് പറഞ്ഞത് പ്രതിഫലവുമായി ബന്ധപ്പെട്ടാണ്. ഒരാളുടെ നിയ്യത്ത് ശരി അല്ലെങ്കിൽ ആ അമൽ എന്താണ്? ബാത്തിലായി പോകും. ഉദാഹരണത്തിന് ഒരാൾ ജനാപത്തുകാരനായി, വലിയ അശുദ്ധിയുള്ള ആളായി, പക്ഷെ അയാൾ കുളിക്കുമ്പോൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന ലക്ഷ്യമില്ലാതെയാണ് അയാൾ കുളിച്ചത്. അങ്ങനെ കുളിച്ചതിന് ശേഷം അയാൾ വുളു എടുത്ത് നമസ്കരിക്കുകയും ചെയ്തു എന്ന് കരുതുക. അയാളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുമോ? സ്വീകരിക്കപ്പെടുകയില്ല. കുളിച്ചിട്ടില്ലേ? ഉണ്ട്, പക്ഷേ നിയ്യത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ അമലെന്തായി? ബാത്തിലായി, സ്വീകരിക്കപ്പെടൂല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത് ഇന്നമൽ അമാലു ബിന്നിയാത്ത്, അമല് സ്വീകരിക്കപ്പെടുമ്പോൾ അതിന് ലക്ഷ്യം വേണം. അപ്പോൾ കുളിക്കുമ്പോൾ നിയ്യത്ത് വേണം. ഇനി ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി, വുളു ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. കൈ കഴുകി, വായ കഴുകി, മുഖം കഴുകി, കൈകളൊക്കെ നന്നായി മുട്ടുകൾ വരെ കഴുകി, തലയും തടവി, ചെവിയും തടവി, കാലും കഴുകി. പക്ഷേ വുളു എടുക്കുകയാണെന്നുള്ള നിയ്യത്തില്ലാതെയാണ് ഈ കഴുകലൊക്കെ നടന്നതെങ്കിലോ അത് ഇസ്ലാമിലെ വുളുവായി പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ ഒരു അമല് സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അമല് സഹീഹാണോ ബാത്തിലാണോ എന്ന് പരിഗണിക്കപ്പെടുന്നത്. രണ്ടാമത്തത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും താൻ ഉദ്ദേശിച്ചതേ കിട്ടുകയുള്ളൂ. അത് നിയ്യത്തിൻ്റെ മറ്റൊരു വശമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു അമലിന് നമുക്ക് കൂലി കിട്ടേണ്ടതുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ വുളു എടുക്കുക എന്ന നിയ്യത്തോടു കൂടി തന്നെ വുളു എടുത്തു, നമസ്കരിക്കുക എന്ന നിയ്യത്തോടു കൂടി തന്നെ നമസ്കരിച്ചു. പക്ഷേ ആ വ്യക്തി നമസ്കരിക്കുമ്പോൾ മനസ്സിൽ കരുതിയത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലോ അതിന് പ്രതിഫലം കിട്ടുമോ? അതിന് പ്രതിഫലം കിട്ടുകയില്ല. അതിന് പ്രതിഫലം കിട്ടൂല. എപ്പോഴേ പ്രതിഫലം കിട്ടുള്ളൂ? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമസ്കരിക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടൂ. മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയാണ് അയാളത് ചെയ്തതെങ്കിൽ വുളു എടുക്കുമ്പോൾ നിയ്യത്തുണ്ടായാലും ശരി, നമസ്കരിക്കുമ്പോൾ നിയ്യത്തുണ്ടായാലും ശരി, ഈ നിയ്യത്ത് നഷ്ടപ്പെടാൻ പാടില്ല. ഏതാണ് ആ നിയ്യത്ത്? ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅലാ വലസൗഫ യർളാ, ഉന്നതനായ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിക്കണം. എങ്കിലേ ആ അമൽ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും അതിൻ്റെതായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ അവരുടെ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിപൂർവ്വം സ്വീകരിക്കും. അപ്പോൾ പരലോകം ഉദ്ദേശിക്കണം, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കണം. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന,
അള്ളാഹുവിൻ്റെ ഫദ്ലും അള്ളാഹുവിൻ്റെ റിദ്വാനുമായിരിക്കണം ഉദ്ദേശിക്കേണ്ടത്. അപ്പോഴേ ആ മനുഷ്യന് അതിൻ്റെ കൂലി കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അതിന് പ്രതിഫലം കിട്ടൂല, അമല് ബാത്തിലായി പോകും. ഇതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഓരോ പ്രവൃത്തിയും അത് സഹീഹാണോ അതല്ല ബാത്തിലാണോ എന്ന് തീരുമാനിക്കുന്നത് നിയ്യത്ത് എന്തായിരുന്നു എന്ന് നോക്കിയിട്ടാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോ മനുഷ്യനും പ്രവർത്തിക്കുമ്പോൾ തൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചേ അവന് പ്രതിഫലവും ലഭിക്കുകയുള്ളൂ. ഈ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് നിയ്യത്തിൻ്റെ വിഷയത്തിൽ 3 തത്വങ്ങൾ പഠിപ്പിച്ചു തന്നു. മനസ്സിലാക്കി വെക്കുക. 3 തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു. നിയ്യത്ത് 3 വിധമാണ്. നിയ്യത്ത് 3 വിധമാണ്. അതിൽ ഒന്ന് തംയീസുൽ ആദാതി മിനൽ ഇബാദാത്ത് ഔ തംയീസുൽ ഇബാദാതി മിനൽ ആദാത്ത്. പതിവ് പ്രവൃത്തികളിൽ നിന്ന് ആരാധനയെ വേർതിരിക്കൽ. പതിവ് പ്രവൃത്തിയിൽ നിന്ന് ആരാധനയെ വേർതിരിക്കൽ. ഉദാഹരണത്തിന് ഒരു പതിവ് എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ദിവസവും കുളിക്കാറുണ്ട്. പക്ഷേ ജനാബത്തിന് വേണ്ടി കുളിക്കുമ്പോൾ നിയ്യത്ത് വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിവായുള്ള കുളിയാണ് കുളിച്ചതെങ്കിൽ അയാളുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല. മറിച്ച് ഞാൻ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടിയാണ് കുളിക്കുന്നത് എന്ന നിയ്യത്ത് വേറെ തന്നെ വേണം. ഇല്ലെങ്കിൽ അതൊരു വെറും ഒരു ആദത്തായി മാറും. നമ്മളെന്നും പല്ല് തേക്കുന്ന ആളുകളാണ്, പല്ല് തേക്കും. സാധാരണഗതിയിൽ മനുഷ്യർ എല്ലാവരും, എല്ലാ മതക്കാരും പല്ല് തേക്കുന്നുണ്ട്, മുസ്ലിങ്ങളും പല്ല് തേക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ പല്ല് തേക്കുന്നത് പോലെ നമ്മളും തേക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കൂലിയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്, ഇത് റസൂൽ നമ്മെ പ്രോത്സാഹിപ്പിച്ച സുന്നത്താണ് എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ പല്ല് തേക്കുന്നതെങ്കിലോ നമ്മളുടെ ഓരോ ദിവസത്തെ അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിലെ പല്ല് തേക്കലിനും എന്ത് കിട്ടും? കൂലി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ പതിവ് പ്രവൃത്തികളിൽ നിന്ന് ആരാധനയെ വേർതിരിക്കുന്ന നിയ്യത്തിനാണ് നാം ഉദ്ദേശം അല്ലെങ്കിൽ നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പം നിയ്യത്തിൻ്റെ ഒന്നാമത്തെ വശം അതാണ്. നമ്മൾ പതിവായി ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് എന്തിനെ? ഒരു ആരാധനയെ വേർതിരിച്ച് തന്നെ നിയ്യത്താക്കുക. നമ്മളൊക്കെ വസ്ത്രം അലക്കുന്നവരാണ്. എല്ലാ മതവിഭാഗക്കാരും, മതമില്ലാന്ന് പറയുന്നവനും വസ്ത്രം അലക്കും. എന്നാൽ വസിയാബക ഫതഹിർ, നിൻ്റെ ഡ്രസ്സ് നീ വൃത്തിയാക്കണമെന്ന ഖുർആനിലെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ എന്നുള്ള പ്രവാചകൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നാം അലക്കുന്നതും ഇസ്തിരിയിടുന്നതും നല്ല ഡ്രസ്സ് ധരിക്കുന്നതുമെങ്കിലോ അതിന് കൂലി കിട്ടും. ഇപ്രകാരം പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ആരാധനയുടെ പ്രവൃത്തികളെ വേർതിരിക്കുന്നതിൻ്റെ ആ വേർതിരിക്കുന്ന പ്രക്രിയക്ക് നാം നിയ്യത്ത് എന്ന് പറയുന്നു. അത് നിയ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിയ്യത്തിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളെയും ഇബാദത്താക്കി മാറ്റാൻ പറ്റും. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളെയും ഇബാദത്തായി മാറ്റുവാൻ സാധിക്കുന്നതാകുന്നു. അതുകൊണ്ടാണ് സ്വഹാബികൾ പറയാറുള്ളത്, ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ഞങ്ങൾ കൂലി പ്രതീക്ഷിക്കാറുണ്ട്. ഉറക്കം കൂലി കിട്ടുന്നൊരു കാര്യമായി മാറും. എങ്ങനെയാണത്? എല്ലാവരും ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഒരു മുസ്ലിം ഉറങ്ങുമ്പോൾ എന്താണ് വിചാരിക്കേണ്ടത്? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, എന്ത്? ഒരല്പമെങ്കിലും രാത്രി ഉറങ്ങണം. ഉറങ്ങിയാൽ ശരീരത്തിന് വിശ്രമം കിട്ടും. വിശ്രമം കിട്ടിയാൽ കൂടുതൽ ഉന്മേഷത്തോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഉന്മേഷത്തോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയും തൻ്റെ ശരീരത്തോടുള്ള ബാധ്യത നിർവഹിക്കുക എന്ന നിലക്കും ഞാൻ ഉറങ്ങുകയാണ് എന്നൊരാൾ മനസ്സിൽ കരുതിയാൽ ഉറക്കിന് പോലും കൂലിയുണ്ട്. അങ്ങനെ ജീവിതത്തിലെ സകല പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ചെയ്താൽ
നമ്മുടെ ആദത്തുകളെപ്പോലും നമുക്ക് ഇബാദത്താക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഗാഫിലീങ്ങളായ അശ്രദ്ധന്മാരായ ആളുകളുടെ ആരാധന പോലും വെറും ആദത്തായി മാറിപ്പോകും. എന്ന് പറഞ്ഞാൽ നിയ്യത്തൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്തു പോകുന്നു എന്നല്ലാതെ ഒരു മനസാന്നിധ്യവുമില്ലാതെ ചെയ്താൽ അവരുടെ ആരാധനകൾ പോലും ഒരു പതിവ് പ്രവൃത്തിയായി അധപ്പതിച്ചു പോകും. എന്നാൽ നല്ല നിയ്യത്തുള്ള ആളുകളുടെ പതിവ് പ്രവൃത്തി പോലും ആരാധനയായി മാറുകയും ചെയ്യും. അതാണ് വ്യത്യാസം. ആരാധന പോലും പതിവ് പ്രവൃത്തി പോലെ അധപ്പതിക്കും. സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യം പോലും നമുക്ക് നിയ്യത്ത് കൊണ്ട് അതിനെ ആരാധനയാക്കി മാറ്റാനും പറ്റും. ഉദാഹരണത്തിന്, ഒരാൾ വൈകുന്നേരം നടക്കാനിറങ്ങുന്നു. അതുകൊണ്ട് അയാൾ ഡോക്ടർമാരോ മറ്റോ പറഞ്ഞ നിലക്ക്, അല്ലെങ്കിൽ ആരോഗ്യശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ നിലക്ക് ഒരു എക്സസൈസ് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്കത് മാത്രമേ കിട്ടൂ. അതല്ല, എൻ്റെ ശരീരത്തിന് ഉന്മേഷമുണ്ടായാൽ, ഞാൻ ആരോഗ്യവാനായാൽ എനിക്ക് ഇബാദത്തുകളൊക്കെ ചുറുചുറുക്കോടെ ചെയ്യാൻ പറ്റും, പിശാചിക്കളെ, അലസതയെ എല്ലാം എനിക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റും എന്ന നിയ്യത്തിലാണെങ്കിലോ അപ്പോൾ അതിന് കൂലിയുണ്ട്. ഇതാണ് നിയ്യത്തിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം തംയീസുൽ ഫറായിദ് മിനൻ നവാഫിൽ. സുന്നത്തിൽ നിന്ന് ഫർളിനെ വേർതിരിക്കുക, അല്ലെങ്കിൽ ഫർളിൽ നിന്ന് സുന്നത്തിനെ വേർതിരിക്കുക. ഉദാഹരണത്തിന്, സുബഹി നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം, അതെന്താണ്? സുന്നത്താണ്, മുസ്തഹബാണ്. സുബഹിയോ അത് ഫർളാണ്. പക്ഷേ രണ്ടും എന്ത് തന്നെ? 2 റക്അത്താണ്. രണ്ടും 2 റക്അത്താണ്. പക്ഷേ ആദ്യം നമസ്കരിച്ചത് പോലെയല്ല രണ്ടാമത് നമസ്കരിച്ചത്. എന്താണ് അതിനെ വേർതിരിച്ചത്? നമ്മുടെ മനസ്സിലെ നിയ്യത്താണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഇബാദത്തിനെയും നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ളുഹർ നമസ്കരിക്കുമ്പോൾ ഞാൻ ളുഹറാണ് നമസ്കരിക്കുന്നത് എന്ന ബോധം വേണം. അസർ നമസ്കരിക്കുമ്പോൾ ഞാൻ അസറാണ് നമസ്കരിക്കുന്നത് എന്ന നിയ്യത്ത് വേണം. ഇങ്ങനെ ഓരോ ആരാധനയും ഇന്നതാണ് എന്ന് വേർതിരിച്ച് മനസ്സിൽ കരുതണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അത് നാവുകൊണ്ട് പറയൽ ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. നാവുകൊണ്ട് പറയേണ്ടതില്ല. നബിയും സ്വഹാബികളും അങ്ങനെ ചെയ്തിട്ടില്ല. മഹല്ലു നിയ്യത്തി അൽ ഖൽബ്, ഉദ്ദേശത്തിൻ്റെ സ്ഥാനം കൽബാണ്. പക്ഷേ കൽബിൽ ധാരണ വേണം. ഞാൻ നമസ്കരിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. ളുഹറാണെങ്കിൽ ളുഹർ, അസറാണെങ്കിൽ അസർ, മഗ്രിബാണെങ്കിൽ അങ്ങനെ, ഇഷ ആണെങ്കിൽ ഇഷ, സുബൈയാണെങ്കിൽ സുബൈ, ആ നിയ്യത്ത് വേണം. അതേപോലെ തന്നെ ളുഹറിന് മുമ്പ് നമസ്കരിക്കുമ്പോൾ ഇത് ളുഹറിന് മുമ്പുള്ളതാണ്, ളുഹറിന് ശേഷം നമസ്കരിക്കുമ്പോൾ ഇത് ളുഹറിന് ശേഷമുള്ളതാണ്. ഇങ്ങനെ സുന്നത്തായ നമസ്കാരങ്ങളും വേർതിരിച്ച് കരുതണം, ഫർളായ നമസ്കാരങ്ങളും വേർതിരിച്ച് കരുതണം. ആ ഒരു നിയ്യത്ത് നമുക്കുണ്ടാകണം. എങ്കിലേ അതിലെ അഹ്കാമുകളും മറ്റു വിഷയങ്ങളും നമുക്ക് പൂർത്തീകരിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നിയ്യത്തിൻ്റെ രണ്ടാമത്തെ രൂപം. നിയ്യത്തിൻ്റെ മൂന്നാമത്തെ രൂപമാണ്, അതാണ് ഏറ്റവും ഈ പറഞ്ഞ രണ്ടിനേക്കാളും ഉയർന്നു നിൽക്കുന്നത്. എന്താണത്? അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ച് ചെയ്യണം. ഈ പറഞ്ഞതൊക്കെ ചെയ്ത ഒരാൾക്കും ഈ പറഞ്ഞ മൂന്നാമത്തതില്ലെങ്കിൽ ആ അമല് ബാത്തിലായി പോകും. ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ആരുടെയും കയ്യടി കിട്ടാൻ വേണ്ടിയല്ല. പലപ്പോഴും മനുഷ്യന് ശുഹ്റത്ത് ആഗ്രഹിക്കുന്നവനാണ്. മനുഷ്യൻ ആളുകളാൽ പ്രശംസ കിട്ടാൻ, ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ, ജനങ്ങളുടെ അംഗീകാരം കിട്ടാൻ, അതാണ് പലപ്പോഴും മനുഷ്യൻ കൊതിക്കുന്നത്. മനുഷ്യൻ്റെ ആ ആഗ്രഹം അറിയുന്ന പിശാച് അവനെ എപ്പോഴും പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കും. അതിനെ തടയിടാനും ഏത് കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ ആ അമലുകളൊക്കെ ബാത്തിലായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. അന അഗ്ന ശുറകായ അനി ശിർക്ക് മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറക്തുഹു വ ശിർക. ഞാൻ പങ്കുകാരിൽ നിന്ന് മുക്തനാണ്, ധന്യനാണ്. ആരെങ്കിലും ഒരു അമല് ചെയ്തിട്ട് അത് മറ്റുള്ളവരെ കൂടി കാണിക്കുക എന്ന നിയ്യത്തിൽ ചെയ്താൽ അവൻ്റെ പ്രവൃത്തിയെ നാം തള്ളിക്കളയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ
അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചേ നമ്മൾ ചെയ്യാവൂ. എത്രയെത്ര വലിയ അമലുകളാണ് നിയ്യത്ത് മോശമായതുകൊണ്ട് ബാത്തിലായി പോയിട്ടുള്ളത്. എന്നാൽ എത്രയെത്ര ചെറിയ കർമ്മങ്ങളാണ് നിയ്യത്തിൻ്റെ വലിപ്പം കൊണ്ട് വലിയ അമലുകളായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ദേശമാണ് പ്രധാനം. അതാണ് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാന തത്വം. തൗഹീദിൻ്റെ ആശയവും അതാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. എന്നിട്ട് റസൂലുള്ള അതിന് പറഞ്ഞ ഉദാഹരണം ഈ വിഷയത്തെ ഒന്നുകൂടി വ്യക്തമാക്കി തരികയാണ്. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി. അള്ളാഹുവിനെയും റസൂലിനെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ, ഇസ്ലാമിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നിങ്ങൾ ഹിജ്റ പോയതെങ്കിൽ ആ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. എന്നാൽ ജീവിക്കാനുള്ള സൗകര്യവും സുഖസൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരാൾ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ച ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ ഇന്ന നാട്ടിൽ പോയാലേ കഴിയൂ, അതുകൊണ്ട് ആ നാട്ടിലേക്ക് യാത്ര ചെയ്തു. അല്ലെങ്കിൽ ബിസിനസ് കൂടുതൽ ലാഭം ആ നാട്ടിലാണ്, ഈ നാട്ടിലേക്കാൾ കച്ചവടം അവിടെ ഉണ്ട് എന്ന് കരുതി ഒരാൾ യാത്ര പോയി. ഇങ്ങനെ പല ലക്ഷ്യങ്ങൾക്കും ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. എന്നാൽ എനിക്ക് ഇവിടെ നിന്നാൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് റബ്ബിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു നാട്ടിലേക്ക് ഞാൻ പോവുകയാണ്, അള്ളാഹുവിൻ്റെ ദീന് അത് ഉയർന്നു കാണണം തുടങ്ങിയ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഹിജ്റ പോകുന്നതെങ്കിൽ ആ ഹിജ്റ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതാണ് പറഞ്ഞത്, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് നിങ്ങൾ ഹിജ്റ പോകുന്നതെങ്കിൽ ആ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കും എത്തും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗലോകത്ത് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ നിയ്യത്ത് എപ്പോഴും എന്തായിരിക്കണം? അള്ളാഹുവിനെ സഹായിക്കുക, റസൂലുള്ളയെ സഹായിക്കുക, അഥവാ ദീനുൽ ഇസ്ലാമിനെ സഹായിക്കുക. വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടാവരുത്. അത് മതപ്രവർത്തനങ്ങളിൽ പോലും പാടില്ല. നമ്മളിവിടെ ക്ലാസ് സംഘടിപ്പിക്കുന്നു, നമ്മൾ ക്ലാസ്സിൽ വരുന്നു, ഇതൊക്കെ വേറെ ആരെങ്കിലും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണെങ്കിലോ നമുക്കതിന് കൂലി കിട്ടില്ല. അല്ലെങ്കിൽ ഭൗതികമായ വേറെ ഏതെങ്കിലും താല്പര്യങ്ങൾ, ആളുകളുടെ ശ്രദ്ധ കിട്ടണം, ജനങ്ങളുടെ പ്രശംസ കേൾക്കണം, നമ്മെക്കുറിച്ച് ആളുകൾ നല്ലത് പറയണം, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾ വന്നാൽ നമ്മുടെ ഈ അമലും ഈ കൂടിച്ചേരലും ഈ അധ്വാനവും ഒക്കെ ബാത്തിലായി പോകും. എന്നാൽ ദീന് പഠിക്കണം, ദീന് പഠിപ്പിക്കണം, ജഹാലത്ത് സമൂഹത്തിൽ നിന്ന് അജ്ഞത എടുത്തു മാറ്റണം, ശരിയായ ഇൽമ് സ്ഥാപിക്കണം, ആളുകൾക്ക് ദീനിൻ്റെ കാര്യങ്ങൾ ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം, റസൂലിൽ നിന്ന് കേട്ട ഹദീസുകളൊക്കെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കണം. അങ്ങനെ ഈമാനികമായ ഒരു ഉണർവ് മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നിസ്സാരമായ ചലനങ്ങൾക്ക് പോലും അള്ളാഹു വമ്പിച്ച പ്രതിഫലം തരും. ഈ മേശ വാങ്ങിയത്, അതല്ലെങ്കിൽ ഈ ക്യാമറ ഫിറ്റ് ചെയ്തത്, അത് സംവിധാനിച്ചത്, അത് റെക്കോർഡ് ചെയ്യുന്നത്, അതിനുവേണ്ട സഹകരണങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ മിസ്കാല് ദർറത്ത് പോലും അള്ളാഹു സ്വീകരിച്ച് വമ്പിച്ച പ്രതിഫലം തരും. നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം? പരലോകത്തിലെ പ്രതിഫലം മാത്രമായിരിക്കണം. സംസാരിക്കുന്ന എൻ്റെ നിയ്യത്ത് എന്തായിരിക്കണം? ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും, അള്ളാഹുവിൻ്റെ ദീന് സ്വയം ഉൾക്കൊള്ളുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന നിയ്യത്തായിരിക്കണം. അപ്പോഴാണ് അള്ളാഹു അത് സ്വീകരിക്കുന്നത്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി. അള്ളാഹുവിന് വേണ്ടി, റസൂലിന് വേണ്ടി, അഥവാ റസൂലിനെ സഹായിക്കാൻ, സുന്നത്തിനെ സഹായിക്കാൻ എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനും തൗഹീദും ഉയർന്നു കാണുക. അപ്പോൾ തൗഹീദിന് വേണ്ടി, സുന്നത്തിന് വേണ്ടി, ഷിർക്കിനെയും ബിദ്അത്തിനെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ശരിയായ മതപ്രമാണങ്ങളെ ജനങ്ങൾക്കിടയിൽ സ്ഥാപിക്കാൻ വേണ്ടി, ഇൽമിയായ ഉന്മേഷം മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകാൻ വേണ്ടി, അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, അസാംസ്കാരിക പ്രവണതകളുടെ കടുത്ത അന്ധകാരങ്ങളിൽ നിന്ന് മാനവ സമൂഹത്തെ പ്രകാശത്തിൻ്റെ ധാരയിലേക്ക് നയിക്കാൻ വേണ്ടി, നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ഒരു വെളിച്ചം ഈ മഹാ ഇരുട്ടിൽ കത്തിച്ചു വെച്ച് ചുറ്റിലുമുള്ളവർക്ക് വെളിച്ചം നൽകാൻ വേണ്ടി ഈ വക നിയ്യത്തുകളോട് കൂടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതെങ്കിൽ നമ്മുടെ ഈ പ്രയത്നം തീർച്ചയായും സ്വീകരിക്കപ്പെടുന്ന
ഫുലായിക കാന സഅയുഹും മഷ്കൂറ, നന്ദിപൂർവ്വം അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കും. എന്നാൽ വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയ, ദുനിയാവിലെ ഭൗതികമായ മരണാനന്തര ജീവിതത്തിലേക്ക് നീളാത്ത ഒരു ലക്ഷ്യമാണെങ്കിൽ, അവിമ്രഅത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക, ചെറിയ മോഹങ്ങളാണെങ്കിൽ, ഫഹിജ്റത്തുഹു, ആ ഹിജ്റ ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്കാണ്. അവിടെ ആദ്യം പറഞ്ഞെടുത്ത് ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി എന്ന് റിപ്പീറ്റ് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി റിപ്പീറ്റ് ചെയ്തു. എന്നാൽ രണ്ടാമത് പറഞ്ഞതിൽ റിപ്പീറ്റേഷൻ ഉണ്ടായില്ല. വമൻ കാനത് ഹിജ്റത്തുഹു ലിദുനിയ യുസീബുഹ അവിമ്രഅത്തിൻ യൻകിഹുഹ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി എന്നേ പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണത്? കാരണം അത് മോശമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് റിപ്പീറ്റ് ചെയ്തില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലേക്ക്, സ്ത്രീയിലേക്ക് എന്ന് പറയാതെ അവർ ഉദ്ദേശിച്ചതിലേക്ക് എന്ന് പറഞ്ഞ് നിർത്തിയത് എന്തുകൊണ്ടാണ്? റിപ്പീറ്റ് ചെയ്യാൻ ഉള്ള ഒരു മഹത്വം അതിനില്ല എന്ന് മാത്രമല്ല, അത് മോശമായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കർമ്മങ്ങളെ, അതിൻ്റെ വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത് സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ ഉദ്ദേശമാണ്. ഈ ഒരു ഉദ്ദേശം ശരിയായാൽ പിന്നെ നമ്മൾ വിജയിച്ചു. ഇത് പരാജയപ്പെട്ടാൽ നമ്മുടെ എല്ലാ അമലുകളും പരാജയപ്പെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്തവരുടെ അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. നമ്മൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നു, ഇതൊക്കെ തള്ളപ്പെട്ടു പോയാൽ നാം എന്തു ചെയ്യും? നമ്മൾ നിസ്സഹായരായിപ്പോവും. അതുകൊണ്ട് മിസ്കാൽ ദർറത്താണ് പണിയെടുക്കുന്നതെങ്കിലും നല്ല നിയ്യത്തിൽ ചെയ്യുക. ഈ ഒരു ആശയമാണ്, ഈ ഒരു ബൃഹത്തായ പാഠമാണ് അൽഹംദുലില്ലാഹ് ഈ ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മആലജതു ഷൈഅൻ അശദ്ദ മിൻ നിയ്യതി, എൻ്റെ നിയ്യത്തിനെ നന്നാക്കാൻ വേണ്ടി ഞാൻ പ്രയാസപ്പെട്ടതുപോലെ മറ്റൊരു വിഷയത്തോടും എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല. മനുഷ്യൻ ഏറ്റവും അധികം യുദ്ധം ചെയ്യേണ്ടത് അവൻ്റെ നിയ്യത്തിനോടാണ്. ഏത് സമയത്തും ഇബ്ലീസ് നമ്മെ പിടികൂടാം. ഒരു അമല് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അമലിന് ശേഷം, ഏത് സമയത്തും നമ്മുടെ മനസ്സിലെ ഉദ്ദേശശുദ്ധിയെ മാറ്റിമറയ്ക്കാൻ ഇബ്ലീസിന് സാധിക്കും. മനുഷ്യൻ്റെ ഹൃദയം മാറി മറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മാറി മറഞ്ഞു പോവാതെ റബ്ബിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അമല് ചെയ്യാനും അതിൽ മരണം വരെ ഉറച്ചു നിൽക്കാനും നമുക്ക് സാധിക്കണം. ഇന്നമൽ അമാലു ബിഖവാതീമിഹ, നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നത് അവസാനത്തിൽ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നോക്കിയിട്ടാണ്. മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ നിലപാടെന്തായിരുന്നു എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് മരിക്കുന്നത് വരെ വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായ മരണം വരുന്നത് വരെ നിസ്വാർത്ഥമായി റബ്ബിൻ്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് ഇബാദാത്തുകൾ ചെയ്യുക, ആരാധനകൾ ചെയ്യുക. ഈ വലിയ പാഠമാണ് ഈ ഹദീസിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇമാം നവവി റഹിമഹുല്ലാ തൻ്റെ അർബഊന നവവിയ്യയിലെ ഒന്നാമത്തെ ഹദീസായി ഈ ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും ഈ ഒരു വലിയ തത്വം നാം പഠിക്കാനാണ്. നാം ഇതിലെ ആശയം പഠിക്കുക, ഉൾക്കൊള്ളുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.